cheat! You bloody cheat! കേരളത്തിൽ നിന്ന് എവിടെ നോക്കിയാലും കേൾക്കുന്ന വാക്കാണ് ബെസ്റ്റി. എവിടെ തിരിഞ്ഞാലും ബെസ്റ്റി. എന്നാൽ ബെസ്റ്റിയുടെ യഥാർത്ഥ ഉത്ഭവം 90s കാണിച്ചിരുന്ന പടമാണ് 1999 പുറത്തിറങ്ങിയ നിറം. എബിയും സോനയുമാണ് ഇതിലെ നായകനും നായികയും. ഇവരുടെ തന്തമാരും ബെസ്റ്റികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരും ബെസ്റ്റികളായി. പടത്തിനാദ്യം തന്നെ എബി സോനി ഫ്രണ്ട്സും കൂടി വൈബ് കാണിക്കാൻ വേണ്ടി ഒരു ജ്വല്ലറിക്കാരനെയും പറ്റിച്ച് അവിടുന്ന് 10 മാലി സമ്മാനമായിട്ട് മേടിക്കുന്നു. പള്ളി പറഞ്ഞാ മതി, നേരെ താജിലേക്ക് വിട്. ഗുണ്ടകളുടെ ഇരിപ്പും കട്ടപ്പും നട്ടപ്പൊക്കെ അങ്ങോട്ട് പഠിച്ച് വെയിലൊക്കെ കൊണ്ട് കറുത്ത് കരിവാളിച്ച് നല്ല സെറ്റപ്പായിട്ട് അങ്ങോട്ട് തിരിച്ചു. പള്ളി പറഞ്ഞാ മതി, നേരെ താജിലേക്ക് വിട്. ജ്വല്ലറി ഉടമ ഇവരുടെ തന്തമാരുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്തമാരെ വിളിച്ച് കാര്യം പറഞ്ഞ് ഇവരുടെ കയ്യിലെ നെക്ലേസ് വാങ്ങി പകരം ഒരു 2 മോതിരം കൊടുക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും ഇവർ തമ്മിൽ കൈമാറും. അതാണ് ഇവരുടെ സ്നേഹത്തിൻ്റെ ആഴം. ഇവർ രാവിലെ എഴുന്നേൽക്കുന്നത് ഇവർ മാത്രമല്ല, നാട്ടിലെ എല്ലാവരെയും ഇവർ വിളിച്ചു പോയി അറിയിക്കും. അതാണ് ഇവരുടെ പ്രധാന ഹോബി. ഇന്നു മുതൽ നമ്മൾ ഡീസന്റ് ആവാൻ പോവല്ലേ. ഇവർ രണ്ടുപേരും പഠിക്കുന്നത് ഒരേ കോളേജിലാണ്. അവിടുന്നാണ് നമ്മുടെ യഥാർത്ഥ നായകൻ പ്രകാശ് മാത്യുവിൻ്റെ എൻട്രി. മേരി ആവാസ് സുനോയിലെ മികച്ച ഗായകനായി തിരഞ്ഞെടുത്ത പ്രകാശ് മാത്യുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സിനിമയിൽ മറ്റൊരു കിളിപോയ നായിക കൂടിയുണ്ട്. അതാണ് വർഷ. ഈ നായികയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും വീണുകൊണ്ടേയിരിക്കും. വർഷക്ക് നമ്മുടെ എബിയോട് അടങ്ങാത്ത പ്രേമം, അതേപോലെ തന്നെ പ്രകാശ് മാത്യുവിന് നമ്മുടെ സോനയോട് അടങ്ങാത്ത പ്രേമം. അങ്ങനെ കഥ കുറേ മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം സിനിമ കാണാൻ പോയ എബിക്കും സോനക്കും ടിക്കറ്റ് കിട്ടിയില്ല. ഇത് കണ്ട പ്രകാശ് മാത്യു മനസ്സലിഞ്ഞ് ബെസ്റ്റിയെയും സോനയെയും തൻ്റെ ടിക്കറ്റ് കൊടുത്ത് സിനിമ കയറ്റി. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. എന്നാൽ ഇതിലൊന്നും തളരില്ല പറഞ്ഞ പ്രകാശ് മാത്യു പിന്നെയും ഒലിപ്പിച്ചുകൊണ്ട് സോനയുടെ പുറകെ പോയി. ഇന്നലെ തന്റെ ആ കുസൃതി എനിക്ക് വളരെ ഇഷ്ടമായി. അങ്ങനെ അവസാനം സോനക്കും പ്രകാശ് മാത്യുയോട് ചെറിയൊരു ഇഷ്ടം തോന്നുകയാണ്. അതേസമയം തന്നെ എബിക്കും സോനയോട് ഇഷ്ടം തോന്നുകയാണ്. എക്സ്ക്യൂസ് മീ എബി, വല്ലപ്പോഴും ആ സോനയെ ഒന്ന് തനിച്ച് കിട്ടുന്ന ഒരു 5 minutes ഞങ്ങൾക്ക്. സോനക്കാണെങ്കിൽ ലവറും വേണം, പക്ഷേ എബിയെ കളയാനും പറ്റൂല. അവനുള്ളപ്പോ പറയാൻ കൊള്ളാവുന്നത് മാത്രം പറഞ്ഞാൽ മതി എന്നോട്. സോന, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. എന്തുദ്ദേശിച്ചാലും വേണ്ടില്ല. ഇത് പോരെ പ്രകാശ്. എങ്ങനെ ഇരിക്കണം? അങ്ങനെ അവസാനം സോനയും പ്രകാശ് മാത്യുവായിട്ടുള്ള കല്യാണം വീട്ടുകാർ തീരുമാനിക്കുന്നു. അങ്ങനെ സിനിമയുടെ അവസാനം സോനക്ക് മനസ്സിലാവുന്നു എബിക്ക് തന്നോട് അടങ്ങാത്ത പ്രേമമായിരുന്നെന്ന്. അങ്ങനെ സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മുടെ എബിയും സോനയും കൂടി ഒളിച്ചോടി നമ്മുടെ പ്രകാശ് മാത്യുവിന് മുമ്പിച്ച് രണ്ടാളും കൂടി ഒരുമിച്ച ഹാപ്പി എൻഡിങ്.